നടത്തി അവസാനിപ്പിച്ചാൽ പോരാ. അന്തോനീസ് ആണ് നമ്മുടെ ഇടവ് മധ്യസ്ഥൻ. അദ്ദേഹത്തെ ഓർക്കാനായിട്ട് ഒരു ഗാനം വേണമെന്നുള്ള ഒരാഗ്രഹം. അത് യൂട്യൂബിലൊക്കെ ഇട്ടാൽ അത് എന്നും മറ്റുള്ളവർക്ക് കാണാനായിട്ടൊരു അവസരം ഉണ്ടാകുമല്ലോ. ആ ഒരു ചിന്തയോടുകൂടി അദ്ദേഹം അക്കാര്യം പറഞ്ഞു. അതിന് പിന്നീട് അദ്ദേഹം ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ അത് പ്രകാശനം ചെയ്തപ്പോൾ അന്തോനീസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെടുക്കാൻ വീണ്ടും കിട്ടാൻ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം നമ്മളെ തേടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് ചിത്രീകരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് അവിടെ ഒരു ജപ്തി നോട്ടീസ് വന്നതും പിന്നീട് സ്വർണ്ണമൊക്കെ വെച്ച് അത് കടം വീട്ടാനായിട്ട് നോക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നു, പിന്നീട് അത് തിരിച്ചു കിട്ടുമൊക്കെ നമ്മളത് മനസ്സിലാക്കി. അപ്പം നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെടുക്കാനായിട്ട് അന്തോനീസിന്റെ മാധ്യസ്ഥം അത് സൂചിപ്പിക്കാനുള്ളൊരു സ്റ്റോറി ആയിരുന്നു ആ പാട്ടിന്റെ പിന്നിൽ. അപ്പൊ ഈ പാട്ട് അത് നമ്മൾ ഒരു ദിവസം ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അത്ര കൃത്യമായിട്ട് തോന്നിയെന്ന് വരില്ല. ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത. അപ്പം അത്തരത്തിലൊരു ഗാനം നമുക്കായി സമർപ്പിച്ച് അതിനുമേൽ ഒത്തിരിയേറെ പേര് അധ്വാനിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ദീർഘമായിട്ട് പറയുന്നില്ല. ഇപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതാനും പേരെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഗാനരചയിതാവ് ജയകുമാർ കെ പൗത്രൻ, സംഗീത സംവിധാനം നിർവഹിച്ച ജയൻ ബി എഴുമാന്തുരത്ത്, പിന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരിയേറെ പേരുണ്ട്. ഞാനത് കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്നേഹോപകാരം, ഒരു ഗാനോപകാരം ഈ തിരുനാളിനോട് അനുബന്ധിച്ച് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ച പ്രിയപ്പെട്ട സാജനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരു നല്ല അഭിനേതാവാണ്, ആക്ടറാണ്. അദ്ദേഹം ഗ്രാമ ഭംഗിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം അത് ഇവിടെ ഒത്തിരിയേറെ അധ്വാനത്തോടുകൂടി ഇവിടെ അത് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒത്തിരിയേറെ അധ്വാനിച്ചു. അതോടൊപ്പം ഒത്തിരിയേറെ കഴിഞ്ഞ വർഷത്തിലൊക്കെ വ്യത്യസ്തമായിട്ട് ഈ തിരുനാൾ നടത്തുമ്പോൾ ഒത്തിരിയേറെ സാമ്പത്തികമായ ചെലവഴിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു, ഒത്തിരിയേറെ അധ്വാനിച്ചു. അതെല്ലാം പ്രത്യേകം ഓർക്കുന്നു. അന്തോനീസിന് പ്രത്യേകമായ മാധ്യസ്ഥം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെയുണ്ട്. നമ്മുടെ ഇടവക്കാരൻ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പാലാരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ലേഖനത്തിൽ വായിച്ചു കേട്ടല്ലോ, നമുക്ക് ഒത്തിരിയേറെ ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, പക്ഷേ പിതാക്കന്മാര് വളരെ ചുരുക്കമാണ്. നമുക്ക് ഒത്തിരിയേറെ നേതാക്കന്മാരുണ്ടായിരിക്കാം. പാലാരൂപതയ്ക്ക് 2 MLA മാരേ ഉള്ളൂ. അതിലൊരു MLA നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ